വൈകുന്നേരം ഞങ്ങൾ ദക്ഷുവിന് ചെരുപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടാണ്. ദക്ഷുവിൻ്റെ ചെരുപ്പ് ഇന്നലെ രാത്രി നായ സൈസാക്കിയിട്ടുണ്ടായിരുന്നു. വേറെയുള്ള ചെരുപ്പാണെങ്കിൽ ഒന്ന് അമ്മച്ചൻ്റെ വീട്ടിലുമാണ്. അപ്പം പുതിയൊരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അത് മേടിക്കാൻ പോയപ്പോൾ പറഞ്ഞു അവനൊരു തോക്കും വേണം, ബോംബും വേണമെന്നാണ് പറഞ്ഞത്. ദിനോസറിനെ വെടിവെക്കാനും ബോംബിട്ട് കൊല്ലാനും ആണെന്നാണ് പറഞ്ഞത്. ബോംബ് കിട്ടിയില്ല, തൽക്കാലം തോക്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. തോക്കൊക്കെ ഒരുപാടുണ്ട്, എത്ര കണ്ടാലും കുട്ടികൾ അങ്ങനെയാണല്ലോ, പിന്നെയും വേണമെന്ന് ഉള്ളതാണല്ലോ. അങ്ങനെ അതുകൊണ്ടുള്ള കളിയൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു വേഗം ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുക, മീൻ കറി ഉണ്ടല്ലോ. അപ്പം ഞാൻ ചപ്പാത്തി പരിപാടിയിലേക്ക് നോക്കിയിട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കുഴച്ച് വെക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുക, അടുത്ത മാസമായിട്ടുണ്ടെങ്കിൽ ദക്ഷുവിന് 3 വയസ്സാവും. പിന്നെ ദക്ഷുവിനെ അംഗനവാടിയിലൊക്കെ പറഞ്ഞയക്കണം. ഇവനാണെങ്കിൽ എന്നെ മാറിയിട്ട് ഒരിത്തിരി സമയം പോലും നിൽക്കില്ല. എന്താ ചെയ്യാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എപ്പോഴും എൻ്റെ കൂടെ തന്നെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനൊരു ഇത് വന്നത്. ഇനി എല്ലാ കുട്ടികളും എങ്ങനെയാണോ എന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ആലോചിക്കുക, ദക്ഷുവിനെ വയറ്റിലുള്ള സമയത്ത് ആദ്യത്തെ പ്രസവങ്ങൾക്കൊക്കെ തന്നെ ഫുൾ ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അനങ്ങാൻ അവസാനത്തെ ദക്ഷുവിന് മുമ്പുള്ള പ്രസവത്തിൻ്റെ സമയത്ത് കിടന്നോടത്ത് തന്നെയായിരുന്നു മൂത്രവും മലമൊക്കെ സാധിച്ചിരുന്നത് കേട്ടോ. അത്രയ്ക്ക് ഇളകാൻ പാടില്ലായിരുന്നു. കാട്ടിലൊക്കെ ഉയരത്തിൽ വെച്ചിട്ട് ഇഷ്ടിക വെച്ചിട്ട് അങ്ങനെയൊക്കെയായിരുന്നു, കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ എന്നിട്ടും ഇതൊന്നും സക്സസ് ആയില്ല. പക്ഷേ ദക്ഷുവിനെ വയറ്റിലുള്ള സമയത്ത് ഞാൻ കാര്യമായിട്ടുള്ള റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. റെസ്റ്റ് എടുക്കണ്ട, ഞാൻ ഈ റെസ്റ്റും പിന്നെ ഇങ്ങനെയുള്ള അബോഷൻ്റെയും ഒക്കെ പേടികൊണ്ട് ഇപ്പം അങ്ങനത്തെ കാര്യമേ വേണ്ടാന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ എന്തോ ദൈവസഹായം കൊണ്ട് ഉണ്ടായപ്പോൾ പിന്നെ ഞങ്ങൾ പെരിന്തൽമണ്ണുള്ള ഒരു ഡോക്ടറെയാണ് കാണിച്ചത്. അങ്ങാടിപ്പുറമുള്ള ഒരു ജയകൃഷ്ണ സാറാണ്. കോംപ്ലിക്കേറ്റഡ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ എന്തോ സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഇഞ്ചക്ഷനും കാലിൻ്റെ തുടയ്ക്കും ഊരയ്ക്കും ഒക്കെ ഇഞ്ചക്ഷൻ ആയിരുന്നു ആദ്യത്തേനൊക്കെ. അപ്പോൾ ആ തുടയ്ക്ക് ഡെയിലി 2 ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പം സാറ് പറഞ്ഞു അത് വേണ്ടേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം നമ്മളെന്തായാലും എന്താ പറയുക. അപ്പം ഞാൻ പറഞ്ഞ് എന്താ പൈസയും കൂടുതലാണ്. അപ്പോൾ സാർ പറഞ്ഞു എന്നാൽ വേണ്ട, നമ്മൾ ഇത്രയും പ്രാവശ്യം വെച്ചതല്ലേ, ഇപ്രാവശ്യം നമുക്കത് വെക്കേണ്ട കേട്ടോ എന്നിട്ട് ഊരയ്ക്ക് മാത്രമുള്ള ഇഞ്ചക്ഷൻസ് ആഴ്ചയിൽ 2 ഇഞ്ചക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ച് എന്നാലും ഭയങ്കര കോംപ്ലിക്കേറ്റ് ആണെങ്കിലും സാറ് പറയും പെരിന്തൽമണ്ണ വരെ മാസത്തിൽ ആദ്യമൊക്കെ 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും അങ്ങനെ കാണിക്കാൻ പോയി. വലിയൊരു കോണിയാണ്, ആ കോണിയൊക്കെ കയറിയിട്ടാണ് പോവുക. അപ്പം സാറോട് പറയും ഇങ്ങനെയല്ലേ സാറേന്ന് ചോദിക്കുമ്പോൾ പറയും അതിനെന്താ കുഴപ്പമില്ല വന്നോന്ന് പറയും. അത്രയ്ക്ക് അനങ്ങാതെ കിടന്ന ഞാനേ ഈ ദക്ഷുവിനായിട്ടുള്ളപ്പോൾ അത്രയും യാത്ര ചെയ്ത് 6 മാസം വരെ അവിടെയാണ് പോയത് കേട്ടോ. പിന്നെ 4-ാം മാസത്തിലൊരു 3-ാം മാസത്തിൽ സ്റ്റിച്ച് ഇടലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം സർവീസ് ലെങ്ത്തൊക്കെ വളരെ കുറവായിരുന്നു. എന്തും സംഭവിക്കാം, 1 സെൻറ്റിമീറ്ററാണ് സർവീക്സിൻ്റെ ലെങ്ത്ത് ഉള്ളത്. അപ്പോൾ ഏത് നിമിഷം പ്രസവിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സാറ് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ പ്രശ്നമില്ല. അപ്പം ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, മനസ്സിൻ്റെ ധൈര്യം ഭയങ്കര ഒരു പ്രാധാന്യമുള്ളത് തന്നെയാണ് കേട്ടോ. ആദ്യത്തെ കേസിനൊക്കെ ഡോക്ടേഴ്സ് നമ്മളെ പേടിപ്പിക്കുമ്പം നമ്മളതിനേക്കാളും വലിയ പേടിയിലാണല്ലോ, ഇതിപ്പോൾ പോവുമോ, കാരണം മുന്നേ ഉള്ള അനുഭവം വെച്ചിട്ടാണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഈ ഡോക്ടർ എന്തിനാണ് റെസ്റ്റ് എടുക്കുന്നത്, എന്താ ഞങ്ങൾ എന്നിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ അതെന്തിനാ, ആശുപത്രി കിടക്കുന്ന പോലെ വീട്ടിൽ കിടന്നാൽ പോരെ, എന്തിനാണ് കിടക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യമായിരുന്നു സാറ്. അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അനങ്ങാൻ കിടന്നിരുന്ന ഞാൻ രാവിലെ എണീറ്റ് വേഗം ബാത്റൂമിലൊക്കെ പോയി കുളിയൊക്കെ രാവിലെ തന്നെ കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കിടക്കും കേട്ടോ. പിന്നെ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം എനിക്കൊരു പേടിയായിട്ട് ഞാനൊരു 1-2 മാസം അങ്ങനെ തന്നെ കിടന്നിട്ടുണ്ട് ചെയ്തിട്ട്. സർവീസ് ലെങ്ത്ത് 1 മാസം 1 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. ആദ്യത്തേനൊക്കെ ഞാൻ അങ്ങനെ കിടന്നതാണല്ലോ. അപ്പോൾ ആ ഒരു പേടി കൊണ്ട് ഞാൻ ഒന്ന് അനങ്ങാതെ കിടന്ന് നോക്കിട്ടോ. പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി പോയപ്പം ഒന്നുള്ളത് 4 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടിയല്ലോ. അപ്പോൾ അത് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ വീണ്ടും അങ്ങനെ വാരി വലിച്ച് പണിയെടുക്കുക എന്നല്ല, എന്നാലും ഒക്കെ ചെയ്യായിരുന്നു കേട്ടോ. എന്നിട്ടിപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ മോൻ ഉണ്ടായില്ലേ. അപ്പം എന്താ ഇതിനൊരു റെസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. ആദ്യത്തെ ഡോക്ടേഴ്സ് അനങ്ങരുത്, താഴേക്ക് വരും, എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ ചെയ്തിരുന്നത്. ഇതിനിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല. അതൊരു വല്ലാത്തൊരു ഡോക്ടറെ ഒരൊറ്റ കൊണ്ട് തന്നെ കേട്ടോ. ഡോക്ടർ നമുക്ക് ധൈര്യം തരുമ്പോൾ നമുക്ക് പിന്നെ ഏതായാലും ഇത്രയൊക്കെ സംഭവിച്ചില്ലേ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ഞാനും അങ്ങോട്ട് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ മോനെ കിട്ടിയത് കേട്ടോ. എന്തായാലും ആ ഡോക്ടറെ
ആണ് ഞങ്ങളെ ദൈവം. ഡോക്ടർ ഒരിക്കലും മറക്കാനും പറ്റൂല കേട്ടോ. ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കാരണം ഒരു ചപ്പാത്തി വേണ്ട, അമ്മ ബ്രെഡും മുട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണ്ടാക്കുക, അത് തിന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബ്രെഡും മുട്ടയും പൊരിക്കാൻ നിന്ന് കേട്ടോ. അത് കുറച്ച് കഴിച്ചു, ഒന്ന് കഴിച്ചു, പിന്നെ പറഞ്ഞ് മതി. അവൻ്റെ കാര്യം ഇതാണ്, ഓരോന്ന് ചെയ്യാൻ പറയും, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ രസമാണല്ലോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ട് ഞാനത് ഇഷ്ടത്തോടെ തന്നെ ചെയ്യും കേട്ടോ. തിന്നാലും തിന്നില്ലെങ്കിലും അപ്പം പറയുമ്പോൾ ഞാനത് ചെയ്ത് കൊടുക്കും. നമുക്കിപ്പോഴല്ലേ കഴിയുക. വലുതായിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് നമുക്കിങ്ങനെ ഒരുക്കി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് കഴിയുന്ന സമയമാകുമ്പോൾ നമുക്ക് എന്തും ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഈ ബെഡ് റെസ്റ്റിൻ്റെ കാര്യം എന്ന് പറയുകയാണ്. ഇതിപ്പം എന്താ ഇതിൻ്റെ ഗുട്ടൻസ് എന്നുള്ളത് മനസ്സിലാവണില്ല കേട്ടോ. കാരണം ആദ്യത്തേതൊക്കെ റെസ്റ്റിൻ്റെ ഇതാണ് ഉണ്ടെങ്കിൽ ശരിയാവും എന്നുള്ളതാണെങ്കിൽ ആദ്യത്തൊക്കെ ശരിയാവണ്ടേ. ഇതിപ്പം റെസ്റ്റ് എടുക്കാതെ ശരിയായില്ലേ. ആലോചിച്ചുകൂടാ. 3-ാം മാസത്തിലുള്ള സ്റ്റിച്ചിടൽ, കാലനക്കരുത്, എണീക്കരുത്, നിൽക്കരുത്, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കിടന്നോടെ തന്നെ കിടക്കുമ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് കിടക്കാൻ കഴിയില്ല. എല്ലാത്ത ഗർഭിണികൾക്ക് തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരും. നെഞ്ഞ് വേദന, അവിടെ വേദന, ഇവിടെ വേദന. അപ്പം ഇങ്ങനെ ഫുൾ ടൈം കിടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ സ്ഥിതി? ഈ ഇരുമ്പിപുളീൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം ദക്ഷുവിന് കിട്ടേണ്ടത്. വളരെ ചെറുതാകുമ്പോഴേ അങ്ങനെ തന്നെ. അതിനൊന്ന് എടുത്തിട്ട് അവന് കഴിക്കണം കേട്ടോ. അത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു വഴിപാട് പോലെയാണ് ദക്ഷുവിന്. അപ്പം അതൊക്കെ പറിച്ച് അതൊക്കെ ഒന്ന് കഴിച്ച്. അപ്പം എന്താ നനയ്ക്കായിരുന്നു. ചെടി നനച്ചിട്ട് മേലൊക്കെ നനച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിക്കളീൻ്റെ ഉസ്താദാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും എൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് ഞാനിങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.